ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ കേരള വിഷൻ്റെ വൈഫൈയുടെ പാസ്വേഡ് മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അധിക പേർക്കും ചില സമയത്ത് ഡൗട്ടുണ്ട്, നമ്മുടെ വൈഫൈ ആരെങ്കിലും ഇങ്ങനെ നമ്മളറിയാതെ ഉപയോഗിക്കുന്നുണ്ടോ, നമുക്ക് ഒരുപാട് ഡാറ്റ പോകില്ലേ എന്നൊക്കെ സംശയമുള്ളവരുണ്ടായിരിക്കാം. അല്ലാതെ തന്നെ നമ്മൾക്കിപ്പം അറിയാം, നമ്മുടെ ഫോണിൽ നമ്മളൊരു വൈഫൈ ഹോട്ട്സ്പോട്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അതിൻ്റെ പാസ്വേഡ് ഓട്ടോമാറ്റിക്കായി സേവ് ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷെയർ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് QR കോഡ് വഴിയായിട്ടും അല്ലെങ്കിൽ ആ വ്യൂ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് എഴുതിയിട്ടും കാണിക്കും. അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാർ ധാരാളമായിട്ട് നമ്മൾ വൈഫൈ ഉപയോഗിക്കുന്നതെന്ന് പേടി കാരണം, അല്ലെങ്കിൽ നമുക്കൊരു പ്രൈവസി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വൈഫൈയുടെ പാസ്വേഡ് മാറ്റും. അപ്പോൾ അധിക പേരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ യൂട്യൂബേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഓൺലൈനിൽ നോക്കിയിട്ട് അത് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതൊരു ISP പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അവർ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേരള വിഷനും അതുപോലെ തന്നെ യൂസർ നെയിം പാസ്വേഡും തരുന്നുണ്ട്. നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ലാൻ എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ മോഡത്തിലും ഒരുപോലെ ആയിരിക്കും, എന്നിരുന്നാലും ഓൾമോസ്റ്റ് എല്ലാത്തിലും സെയിം തന്നെയാണ് സെറ്റിങ്സ്. അതുകൊണ്ട് പറയുകയാണ്, ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫസ്റ്റ് തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും കാണാം. ഈ യൂസർ നെയിമും പാസ്വേഡ് എന്ന് പറയുന്ന കാര്യം, ഇത് കേരള വിഷൻ്റെ യൂസർ നെയിമും പാസ്വേഡാണ്. ഇതൊരിക്കലും നിങ്ങളുടെ വൈഫൈയുടെ, അതായത് ഒരു ഫോൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടോ നിങ്ങളുടെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യേണ്ട യൂസർ നെയിമും പാസ്വേഡും ഒന്നുമല്ല. അപ്പോൾ അധിക പേരും ആദ്യം തന്നെ ഇത് മാറ്റും. ഓർക്കുക, ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കിട്ടില്ല. കാരണം ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് കേരള വിഷൻ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിൽ തന്നെ ഫസ്റ്റ് തന്നെ പോയി മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ട് ആവില്ല. ഒരുപാട് പേര് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾ എഴുതി വെക്കുക. ഈ കേരള വിഷൻ്റെ ISP ആയിട്ട് കണക്ട് ആകാനുള്ള യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കത് പറഞ്ഞു തരും. ഇതേ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേരള വിഷൻ്റെ ISP.com എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട്, അല്ലെങ്കിൽ മൈ സെൽഫ് കെയർ കേരള വിഷൻ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ കൊടുക്കേണ്ട യൂസർ നെയിമും പാസ്വേഡും ഈ മോഡത്തിൻ്റെ അകത്ത് കൊടുക്കുന്ന ആ യൂസർ നെയിമും പാസ്വേഡുമാണ്. അത് അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ലോഗിൻ പേജിൽ കയറാൻ കഴിയും. നമ്മളുടെ ഡാറ്റ എത്രയാണ്, എത്ര റീചാർജ് ചെയ്തിട്ടുണ്ട്, എത്ര നമ്മൾ ഉപയോഗം, അങ്ങനെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും കേരള വിഷനായിട്ട് കണക്ട് ആവാനുള്ള യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. വൈഫൈയിൽ പോയിട്ട് തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ, വൈഫൈ അല്ലെങ്കിൽ WLAN എന്നായിരിക്കും ഈ മോഡത്തിലേക്ക് കാണിക്കുക. അതിൽ കയറി ചേഞ്ച് ചെയ്യാം. പിന്നെ 5G കാർഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ ബാൻഡ് മോഡങ്ങളിൽ 2 സ്ഥലങ്ങളായിട്ടാണ് ഇത് കൊടുക്കുക. ഒന്ന് WLAN 2.4 GHz ഉണ്ടാവും, അതുപോലെ തന്നെ WLAN 5G കാർഡ്സ് ഉണ്ടാവും. അപ്പം നോർമലായിട്ട് ഇതിൽ രണ്ടിനും 2 പാസ്വേഡ് ആയിരിക്കും. 5G കാർഡ്സിന് സെപ്പറേറ്റ് പാസ്വേഡ്, 2.4നും സെപ്പറേറ്റ് പാസ്വേഡ് ആയിരിക്കും. രണ്ടിനും വേണമെങ്കിൽ ഒരേ പാസ്വേഡ് തന്നെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടിനും വ്യത്യസ്ത നെയിമുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വൈഫൈൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സാധാരണയായിട്ട് നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം അധിക വീട്ടിലും കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ലോഗിൻ ചെയ്ത് അഡ്മിൻ പാനലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ വൈഫൈ പാസ്വേഡ് മാറ്റാൻ വേണ്ടി അതിൽ കയറിയിട്ട് 2.4 GHz വൈഫൈ പാസ്വേഡ് മാറ്റിയിട്ട് പുതിയ പാസ്വേഡ് കൊടുത്ത് ഓക്കെ കൊടുക്കുന്ന സ്പോട്ടിൽ നമ്മളെ വൈഫൈ ഡിസ്കണക്ട് ആവും. പിന്നീട് ഒന്ന് റീബൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, പിന്നെ അടുത്ത നമ്മൾ ഏതാണോ പാസ്വേഡ് മാറ്റിയത് ആ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ പാസ്വേഡ് ചേഞ്ച് ഓക്കെ കൊടുക്കുന്ന ആ സ്പോട്ടിൽ നിങ്ങളുടെ വൈഫൈ ആയിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ആവും. പിന്നീട് നിങ്ങളുടെ വൈഫൈ നോക്കുമ്പോൾ ഇങ്ങനെ കണക്റ്റിംഗ് ഒതൻറ്റിഫിക്കേഷൻ ഫയൽഡ് അങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, ഫോർഗോട്ട് നെറ്റ്വർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മളെ വൈഫൈ പുതുതായിട്ട് അവിടെ കേരള വിഷൻ എന്ന നെയിം എന്നുള്ള കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ പുതിയ പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ആവും, അല്ലാത്ത പക്ഷം ലോഗിൻ ആവില്ല. ഈ ഒരു അവസരത്തിൽ അധിക പേരും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു കേരള വിഷൻ്റെ ISP കണക്ട് ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡും ഓർമ്മിച്ച് വെക്കാതെ ഇങ്ങനെ വൈഫൈ അത് മാറ്റില്ല, വൈഫൈയുടെ പാസ്വേഡ് മാറ്റും. ചിലപ്പോൾ ക്യാപ്സുകളൊക്കെ ഇട്ടിട്ടായിരിക്കും അടിച്ചിട്ടുണ്ടാവുക, അത് ഓർമ്മയില്ലാതെ കണക്ട് ആവത്തില്ല. പാനിക്കായിട്ട് റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യും. അതായത് മോഡത്തിൻ്റെ പിറകിൽ റീസെറ്റ് ബട്ടൺ ഉണ്ട്, ആ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യും. ഇങ്ങനെ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈയുടെ പാസ്വേഡ് ഡീഫോൾട്ട് പാസ്വേഡായിട്ട് മാറുമെങ്കിലും അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കേരള വിഷൻ്റെ ISP ആയിട്ട് കണക്ട് ചെയ്യേണ്ട നമ്മൾ ആ യൂസർ നെയിമും പാസ്വേഡും എന്തായാലും മാറിപ്പോവും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോഡത്തിൽ നെറ്റ് കിട്ടില്ല.
പിന്നെ കേരള വിഷൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ഏതാണോ സർവീസ് പ്രൊവൈഡർ അവരുടെ ആൾക്കാർ വന്ന് വീണ്ടും നമ്മളുടെ ലോഗിൻ ഡീറ്റെയിൽസ് അതിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എങ്ങനെ നമുക്ക് ഇതൊന്ന് എന്താ പറയുക, നമ്മളുടെ വൈഫൈ അഥവാ നിങ്ങളുടെ വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടെന്ന് കരുതിക്കോ, നിങ്ങൾ വൈഫൈയുടെ പാസ്വേഡ് മാറ്റുമ്പോൾ ബൈ മിസ്റ്റേക്ക് എങ്ങനെയെങ്കിലും വൈഫൈയുടെ പാസ്വേഡ് മാറിയത് നമ്മൾക്ക് അടിച്ചൊന്ന് മാറിയത് കണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡം നിങ്ങളുടെ ലാപ്ടോപ്പുമായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് ലാൻ കേബിൾ വഴി കണക്ട് ചെയ്യുക. 192.168.1.1 എന്നുള്ള ആ ഒരു IP അഡ്രസ്സിൽ കയറിയതിന് ശേഷം കേരള വിഷൻ്റെ ഓപ്പറേറ്റർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി പോയി വൈഫൈയുടെ പാസ്വേഡ് മാറ്റാം. നിങ്ങളുടെ വീട്ടിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ വൈഫൈയുടെ പാസ്വേഡ് മറന്നുപോയാൽ രണ്ടാമത് കണക്ട് ചെയ്യാൻ പറ്റില്ല. പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. ഈ കേബിൾ ഓപ്പറേറ്റർ വിളിച്ചു കഴിഞ്ഞാൽ അവരത് മാറ്റിത്തരും. പിന്നെ അധിക പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഈ QR കോഡ് വഴി സ്കാൻ ചെയ്തിട്ട് വൈഫൈ ലോഗിൻ ചെയ്യുന്നത് നമുക്ക് ഓഫാക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂവർ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചാനൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈയുടെ പാസ്വേഡിൽ അഡ്വാൻസ് സെറ്റിങ്സിൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. വൈഫൈക്ക് പാസ്വേഡ് ഇല്ലാതെ സെറ്റ് ചെയ്യാം. VPS21 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില സെറ്റിങ്സുകളുണ്ട്. അതിലെന്തോ മാറ്റം വരുത്തുമ്പോൾ ഈ പറഞ്ഞ QR കോഡ് ഉപയോഗിച്ചിട്ടുള്ള ലോഗിൻ തടസ്സപ്പെടുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം നമ്മൾ നോർമലായിട്ട് ഒരു വൈഫൈ സെലക്ട് ചെയ്യുന്നു, അവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, കണക്ട് ആവുന്നു. വൈഫൈക്ക് ഒരു SSID ഉണ്ട്. അപ്പം പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്തത്. അപ്പം ഈ QR കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്കാണ്. അതായത് നമ്മുടെ വൈഫൈയുടെ അഡ്രസ്സിലേക്ക് വിത്ത് SSID പ്ലസ് അതിൻ്റെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേണം ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആവുന്നു. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരാളോട് നമ്മൾ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നതും അതുപോലെ തന്നെ ഈ QR കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതും രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ഇത് വർക്കാവുന്നുള്ള കാര്യം എനിക്കറിയില്ല. സോ അധിക പേരും ചോദിക്കാറുണ്ട് QR കോഡ് വെച്ചിട്ടുള്ള വൈഫൈയിൽ കണക്ട് ആകുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് നോർമലായിട്ട് നമ്മൾ സാധാ സെറ്റിങ്സിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ചെയ്തതുപോലെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അദ്ദേഹം മലയാളത്തിലാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. QR കോഡ് ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ സാധാരണ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന പോലെ സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരുടെ മാത്രം MAC അഡ്രസ്സ്, അതായത് എല്ലാ വൈഫൈ ഡിവൈസുകൾക്കും ഒരു MAC ID ഉണ്ടാവും. ആ MAC ID അലോ ലിസ്റ്റ് കൊടുക്കുക. അതായത് അലോ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രം. പുതിയ എല്ലാ മോഡത്തിലും ആ ഒരു സെറ്റിങ്സ് വരുന്നുണ്ട്. പഴയ മോഡലുകളൊന്നുമില്ല, പുതിയ മോഡത്തിൽ ആ ഒരു സെറ്റിങ്സ് ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന MAC അഡ്രസ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് മാത്രം ലോഗിൻ ആകുന്നത്. ഇത് അധികം കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള പരിപാടിയാണ്. എല്ലാവർക്കും അറിയണമെന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ഈ ലോക്കൽ കേബിൾ ഓപ്പറേറ്റർക്ക് പോലും ഇത് ചെയ്തു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ അതിൻ്റെ അതായത് ബേസിക്കായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് എല്ലാ വീട്ടിലേക്കും വൈഫൈ മോഡം വെച്ച് ഇൻ്റർനെറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. സോ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ ചാൻസ് ഇല്ല. അവരുടെ ടെക്നീഷ്യന്മാർക്കൊക്കെ ഒരുപക്ഷെ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം ത്രെറ്റാണ്, നമ്മളിപ്പോൾ കുറേ വീടുകൾ സ്ഥലത്താണ് നമ്മൾ വൈഫൈ നല്ലോണം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ കണക്ട് ആവുന്നുണ്ട്, നമ്മുടെ സ്പീഡ് കുറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ വൈഫൈ അഡ്രസ്സിൻ്റെ MAC അഡ്രസ്സ് എടുക്കുക. വൈഫൈയുടെ MAC അഡ്രസ്സ് എടുത്തിട്ട് അത് ലിസ്റ്റ് ചെയ്യുക. 4 5 ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ആൾക്കാർ മാത്രമാണ് കണക്ട് ആയിട്ടുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുന്നത് ഒഴിവാക്കാം. എന്നോട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട്, അവരുടെ മരുമക്കളാണ് ലോഗിൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ വൈഫൈയുടെ പാസ്വേഡ് മാറ്റിയാലും ഫോണിൽ കയറിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ QR കോഡ് അടിച്ച് മാറ്റിയിട്ട് ലോഗിൻ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർമലായിട്ട് പറ്റില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ വല്ലതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വൈഫൈയുടെ പാസ്വേഡ് മാറ്റുമ്പോൾ ഈ ISP പാസ്വേഡ് നിങ്ങൾ മാറ്റരുത്. യൂസർ നെയിം പാസ്വേഡ് എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ മാറ്റാൻ പാടില്ല. വൈഫൈയുടെ പാസ്വേഡിന് എടുക്കുന്നത് നമുക്ക് SSID എന്ന് കാണാം. അവിടെ യൂസർ നെയിം ഒന്നും ഉണ്ടാവില്ല, SSID ആ സംഭവം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് മാത്രം മാറ്റുക. SSID പാസ്കോഡ് അല്ലെങ്കിൽ വൈഫൈ സംതിങ് എന്തെങ്കിലും എതിരുണ്ടാവും, അല്ലെങ്കിൽ പാസ്വേഡ് തന്നെ ഉണ്ടാവും. അത് മാത്രം നിങ്ങൾ മാറ്റുക. യൂസർ നെയിമും പാസ്വേഡും വരുന്നത് നിങ്ങൾ മാറ്റാൻ പാടില്ല. യൂസർ നെയിം എന്തായാലും നിങ്ങളുടെ പേര് സംതിങ് ആയിരിക്കും, നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറിൻ്റെ സംതിങ് ആയിരിക്കും നിങ്ങളുടെ യൂസർ നെയിമും. ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ പാസ്വേഡും. അധിക പേർക്കും അങ്ങനെ തന്നെയാണ്. LCO അതായത് ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അങ്ങനെയാണ് സാധാരണ സെറ്റ് ചെയ്ത് കൊടുക്കാറ്. ഞാൻ നിങ്ങൾക്കൊരു വാണിംഗ് തരാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക, വൈഫൈയുടെ പാസ്വേഡ് മാറ്റുന്നത് ഒരിക്കലും നിങ്ങൾ കൃത്യമായി ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം തന്നെയാണ്. പക്ഷെ അറിയാത്തവർ അധികം ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കുടുങ്ങി പോകാറുണ്ട്. ഇൻ്റർനെറ്റ് കട്ടാവും, പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ ചീത്ത കേൾക്കേണ്ടി വരും. സോ നിങ്ങൾക്ക് അത്രക്കും നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണം ആഗ്രഹമാണ്, നിങ്ങൾ എടുത്ത് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് ആരെയും സഹായമില്ല തന്നെ പിന്നെ മാറ്റിക്കൊണ്ടിരിക്കാം. നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കുറേ ആൾക്കാർക്ക് പാസ്വേഡ് അറിയാം, ഇത് മാറ്റണം എന്നാണെങ്കിൽ നിങ്ങൾക്ക്
കേബിൾ ഓപ്പറേറ്ററെ വിളിച്ചിട്ട് ഒരു രഹസ്യ പാസ്വേഡ് വെക്കുക. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ ആ മോഡത്തിൻ്റെ ഡീറ്റെയിൽസ് ഇൻ്റർനെറ്റിൽ അടിച്ചു കൊടുത്താൽ അതിൽ ട്യൂട്ടോറിയൽസ് വരും എങ്ങനെ മാറ്റാം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മാക് അഡ്രസ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് സെറ്റാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈ സേഫ്റ്റി എന്താ പറയുക കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ടാകുമ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.